ബേബി മേടിച്ചിട്ടൊന്ന് പൂ ഞാൻ കഴിച്ചതാ. ഹാപ്പി ഓണം പറയും ഗൈസ്. അപ്പോൾ ഇപ്പം സമയം എത്ര മണിയാവേ? 4 മണിയല്ല, 4:05 മണി എന്തോ ആവേ പുലർച്ചക്കിട്ടാ. അപ്പോൾ ഓണത്തിനുള്ള പ്രിപ്പറേഷൻസിലാണ്. അപ്പോൾ എന്തായാലും ഉറക്കമില്ല. ഞാൻ കുറച്ച് ഉറങ്ങി. ചിങ്ങട് ഉറക്കമില്ല, വായിച്ച് ഉറങ്ങിയിട്ടില്ല. അപ്പോൾ എന്തായാലും ഉറക്കമില്ലല്ലോ. അപ്പോൾ എന്തായാലും അതിനുള്ളതൊക്കെ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ മൊത്തം പച്ചക്കറിയും കാര്യങ്ങളും അങ്ങനെ ഓരോന്നോരോന്നേ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഇപ്പോൾ പയറ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. അടുത്തത് മുരിങ്ങക്കായ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കട്ട് ചെയ്യാൻ പിന്നെ അങ്ങനെ ഓരോന്നോരോന്ന് കഴിയുമ്പോൾ അവിടെ പച്ചക്കറി വെച്ചിട്ടുണ്ട്. അപ്പം അതെടുക്കുക, അടുത്തത് അങ്ങനെ കട്ട് ചെയ്യുക. ഉറങ്ങിന്ന് വെച്ചാ എന്തായാലും എനിക്ക് ടൈം ആവും. അപ്പൊ അതുകൊണ്ട് നമുക്ക് പറ്റണത് മാക്സിമം ഉറങ്ങുന്നതിന് മുന്നേ ചെയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യണം. മെയിനായിട്ട് കട്ട് ചെയ്യലും കാര്യങ്ങളൊക്കെയാണ് പണി. അത് കഴിഞ്ഞ് പിന്നെ ഉണ്ടാക്കിയാൽ മതി. പിന്നെ ഉണ്ടാക്കലും പണിയാണ്, അല്ലാന്നല്ല. പക്ഷെ കട്ട് ചെയ്യലും പെട്ടെന്ന് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലല്ലോ. പിന്നെ അതുപോലെ ഗ്യാസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഗ്യാസ് കറക്റ്റ് കഴിഞ്ഞു. നിറച്ചത് ഇന്നലെ നിറച്ചായത് വീട്ടിലുണ്ടായിരുന്നു, അവിടെ നിന്ന് എടുത്തിട്ട് വന്നല്ലോ അവൻ. അപ്പം ഇനിയിപ്പോൾ ഇതൊക്കെ കട്ട് ചെയ്യാനുള്ള സംഭവമാണ് കേട്ടോ. ഇവിടെ വെച്ചിട്ട് തന്നെ അങ്ങനെ കട്ട് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് എല്ലാം കൂടി ക്ലീൻ ചെയ്യാന്ന് വെച്ചല്ലോ അവൻ. അപ്പോൾ ഇവിടെ അമ്മൂമ്മ കുമ്പളങ്ങയും കാര്യങ്ങളൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ അവിടെ ഇഞ്ചി, പിന്നെ ഇതിന് ഇത് സാമ്പാറിനുള്ളൂ അല്ലേ? അത് അവിയലിന് ഇത് കൂട്ടുകറിക്കില്ലേ. പിന്നെ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിന് വേണമേ ഉണ്ടാക്കാമല്ലോ. പിന്നെ അമ്മ അവിടെ എന്ത് ചെയ്യണ്? സാമ്പാറിന് വറുക്കല്ലേ. അമ്മ അതിൻ്റെ പരിപാടിയിലാണ്. ഗൈസ്, അപ്പോൾ അങ്ങനെ ഉറങ്ങി എണീറ്റൊക്കെ കഴിഞ്ഞ് ഇതാ ഞങ്ങൾ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് റെഡി ആയില്ലോ. അവ റെഡിയായി. അമ്മയും അമ്മൂമ്മയും ഉള്ളിലുണ്ട്. ചിങ്ങടുവിനെ എണീപ്പിച്ചു. ചിങ്ങടു എണീറ്റ് കഴിഞ്ഞിട്ടും പിന്നെ ആൾക്ക് അടുത്തുറക്കം വരികയാണ്. ഞാൻ അതിനാണ് ഈ മൂടിക്കൊണ്ടിരിക്കുന്നത്. ചിങ്ങടു എന്താണ്? ഗൈസ്, ഇത്ര നേരം ഇവിടെ ഒരു കാക്ക ഉണ്ടായിരുന്നു. കാക്കനെ നോക്കിയിട്ട് കളിക്കായിരുന്നു. കാക്ക പോയപ്പോൾ പിന്നെയും തുടങ്ങി മൂളലില്ലോ അവൻ. ഗൈസ്, അപ്പം ഇനി നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂവിടണമല്ലോ അവൻ. പൂവും കാര്യങ്ങളൊക്കെ നേരത്തെ പോയിട്ട് ഒക്കെ സെറ്റാക്കിയിട്ട് വന്നു. ഞങ്ങൾ ഇന്നലെ മേടിക്കാൻ പറഞ്ഞു. അപ്പോൾ നേരത്തെ പോയി പൂവും കാര്യങ്ങളൊക്കെ മേടിച്ചു. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. ഹാപ്പി ഓണം ഗൈസ്. അമ്മൻ്റെയും അമ്മൂമ്മൻ്റെയും എല്ലാവരുടെയും കൂടിയിട്ടുള്ള ഹാപ്പി ഓണം അവ. അപ്പം ഇനി നമ്മൾ നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പൂവിടാൻ വേണ്ടി പോകണല്ലോ അവ. പൂവിൻ്റെ മൊത്തം ഡിസൈനും കാര്യങ്ങളൊക്കെ വരച്ച്. കുറച്ച് പൂവ് മേടിച്ചിട്ട് വന്നിട്ടുള്ളൂ. എന്നിട്ട് ഡിസൈൻ അല്ല, അതായത് പൂ കുറെ വെറൈറ്റി കിട്ടിയില്ല. അതെ, അല്ലെ നമ്മളുടെ ഒരു വലിയ ഗ്രാൻഡായിട്ട് നടക്കുന്ന അവർക്ക് ചിങ്കിടോ എന്താണ്? എന്തു പറ്റിയ കുട്ടിക്ക്? എന്തു പറ്റി? പിന്നെ അമ്മ സാധനങ്ങളൊക്കെ അവിടെ ഏകദേശം ഒഴിച്ചിട്ടുണ്ട്. അപ്പൊ അതെന്താണ് അങ്ങനെയാണെന്നൊക്കെ കാണിച്ചു തരാം. അപ്പൊ നേരെ പൂവിടാൻ പോയി. പൂവിടാ ഗൈസ്. പൂവ് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വലുതായിട്ട് വാങ്ങിച്ച് ഞാൻ വെറുതെ ഒരു പഞ്ചിന് പറഞ്ഞാണ്. അതായത് പറ്റുന്ന പോലെ ഒരു പൂക്കളല്ലോ. അതെന്താ സംഭവം എന്നറിയോ? ഞങ്ങള് ടൗണിൽ പോയ ടൈമിൽ മേടിക്കാൻ മറന്നു. അപ്പൊ ഇവിടെ പോയി മേടിച്ചതിൽ കുറച്ച് പരിമിതി ഉണ്ടായിരുന്നു പൂക്കൾ. സന്തോഷത്തിന് വേണ്ടിയിട്ട് ചെറിയ. പിന്നെ ഒന്നാമത് വേറൊരു കാര്യം കൂടി ഉണ്ട്. ചിങ്കുടുവിന്റെ ഫസ്റ്റ് ഓണമാണ് ഗൈസ്. ചിങ്കുടു പറഞ്ഞ ചിങ്കുടു ഉറങ്ങി എണീറ്റിട്ട് പിന്നെ ഉറങ്ങണം എന്ന് ഗൈസ്. അപ്പൊ എന്തായാലും അമ്മയും ഉള്ളിലുണ്ട്. ഉറങ്ങി കഴിഞ്ഞാൽ അങ്ങനെ ഉറക്കത്തിൽ പെടും. പിന്നെ ഞങ്ങൾ രണ്ടുപേരും. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം. ബേബി മേടിച്ചിട്ടൊന്ന് പൂ ഞാൻ കഴിച്ചതാ. ഇതാണ് ഇത്രയുടെ ബേബി പൂ മേടിച്ചിട്ട് വന്നത്. ഞാൻ ഉറങ്ങി ഇരിക്കുമ്പോഴാണ് ശരി ഞാൻ ഫ്രിഡ്ജിൽ നോക്കിയപ്പോൾ കണ്ടു പൂവ്. അപ്പൊ ഞാൻ അത് വേറെ എന്തിനാണെന്ന് വിചാരിച്ചത്. അല്ല, അതില്ലേ ടൗണിൽ പോയിട്ട് വരുമ്പോൾ നമ്മൾ കുറച്ച് പൂവുകളും കുറച്ച് അധികം കിട്ടും. മാർക്കറ്റിൽ പോയി മേടിക്കുമ്പോൾ റേറ്റ് ആണെങ്കിലും കുഴപ്പമില്ല. പിന്നെ നമ്മളിപ്പോ ഒരുപാട് വലുതായിട്ടൊന്നും പ്ലാൻ ചെയ്തിട്ടില്ലല്ലോ, ചെറുതായിട്ടല്ല. പിന്നെ ഇപ്പൊ ആവശ്യത്തിന് ഈ കയ്യിലുള്ള ഈ പൂവിന് റേറ്റ് 10-200 രൂപന്റെ അടുത്താണ് ഗൈസ്.
അതായത് ഞങ്ങൾ ടൗണിൽ നിന്ന് പഠിക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ല. ഇവിടെ നിന്ന് ഒന്നാമത് പൂവ് അധികം കിട്ടില്ല, വെറുതെ നമ്മൾ പൈസ മാത്രം കളഞ്ഞിട്ട് ആയിരുന്നു. പിന്നെ നമ്മൾ വീട്ടിലൊരു കുറച്ച് എന്താണ് ഒരു ഇതിനെല്ലാം ഇടുന്നില്ലേ അവേ, പിന്നെ നമുക്ക് ആ കുറച്ച് പൂവ് മതിയില്ലെന്ന് വെച്ചിട്ട് മേടിച്ചു. എന്നാലും പൂവൊക്കെ ഉണ്ട് കേട്ടോ. ആവശ്യം ഒരുപാട് ഇതാക്കി പറയണ്ട കേട്ടോ അവേ. അല്ല ബേബി, അതായത് ഇപ്പൊ നമ്മളിപ്പോ ചെറുതായിട്ടല്ലേ നടത്തണുള്ളൂ, അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ എന്നാണ് ഞാൻ പറഞ്ഞത്. കുഴപ്പമില്ല. അതെ. പിന്നെ ഗൈസ് ചിങ്കിട് ഉറങ്ങിയിട്ടാ. ചിങ്കിടു ഉറങ്ങാതിരുന്നതിന് കുറച്ചുകൂടി ഈ പൂവിൽ കളിക്കുന്നൊക്കെ നിങ്ങൾക്ക് കാണായിരുന്നു ഗൈസ്. നല്ല ഇഷ്ടമാണ്. കാരണം ഞങ്ങൾ മുമ്പ് തന്നെ ഒരു ഷൂട്ടിന് വേണ്ടിയിട്ട് പൂവിട്ട് എടുത്ത സമയത്ത് പൂവിൽ നല്ല കളിയായിരുന്നു അല്ലോ. സെറ്റ് സാരി കൊടുക്കുന്നൊക്കെ പറഞ്ഞാ വായിച്ചു കൊടുത്തില്ല ഗൈസ്. അതെന്താ സംഭവം എന്ന് വെച്ചപ്പോൾ സെറ്റ് സാരി കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ചിങ്കിടു ഫീഡ് ചെയ്യേണ്ട ഒരു ഇത് വന്നതിന് മൊത്തം എന്താണ് സാരി കാര്യങ്ങൾ പിന്നെ അയച്ചു മാറ്റുമ്പോൾ പണിയാണ്. അപ്പൊ അതുകൊണ്ട് പിന്നെ ക്ഷമയില്ല ഗൈസ്. സാരി കൊടുത്തിട്ട് പിടിച്ചു നിൽക്കാനുള്ള ക്ഷമയില്ല ഒരാൾക്ക്, അതാണ് സത്യം ഗൈസ്. അപ്പൊ ഇപ്പൊ കൊറേ ആൾക്കാര് വരും, കമന്റ് വരും, എന്താണ് പെരുന്നാളിന്. അല്ല അത് കഴിഞ്ഞിട്ടൊരു നമുക്കൊന്ന് കൊടുക്കാം, എന്തായാലും അത് കൊടുക്കാം. അന്ന് നമ്മൾ എന്തിനിട്ടുണ്ടായിരുന്നു, ഓണം പർച്ചേസിന് ഇട്ടപ്പോൾ തന്നെ അതിൽ കുറച്ച് നെഗറ്റീവായിട്ട് വന്നിട്ടുണ്ടായിരുന്നതാണ്. ഇവരാരും പെരുന്നാളിന് ഇടണമെന്നും കാണില്ല തോന്നുന്നു. എനിക്കതാണ് തോന്നുന്നത്. പെരുന്നാളിന് ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. എല്ലാവർക്കും എല്ലാ ആൾക്കാർക്കും ഓരോരോ സിറ്റുവേഷനാണ്. ചിലപ്പോ ഞങ്ങൾ ഓണം തന്നെ ഇപ്പൊ അത്ര വലിയ ഗ്രാൻഡ് ആയിട്ടൊന്നും ഇല്ലല്ലോ നടത്തിയത്. അല്ല ഇപ്പൊ അതിപ്പോ ഇപ്പൊ ചില സമയത്ത് പെരുന്നാൾ നടത്താൻ പറ്റില്ല, ഓണം നടത്താൻ പറ്റില്ല. അതൊന്നും നെഗറ്റീവായിട്ട് എടുക്കരുത്. ഈ വർഗീയത കുത്തിയിട്ട് നടക്കുന്ന ആൾക്കാരുണ്ട് കുറെ എണ്ണം. ഇതിൽ തെറി പറയാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല. എനിക്ക് അത്രയ്ക്ക് ദേഷ്യമുണ്ട്. കുറെ കമന്റ്സ് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിനുള്ള വഴിയേ വരും. നമുക്ക് പറ്റണത് നമ്മളെല്ലാം നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. ചിലപ്പോ വീഡിയോ ആക്കാൻ പറ്റില്ല, ചിലപ്പോ വീഡിയോ ആക്കാൻ പറ്റും, അത്രേ ഉള്ളൂ അല്ലേ. സ്ഥിരമായിട്ട് ചെയ്യുന്ന കുറെ എണ്ണം ഉണ്ട് കേട്ടോ. അത് നോട്ട് ചെയ്ത് ഞങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനെന്തായാലും എന്താണ് റിയാക്ട് ചെയ്തിട്ട് എന്തായാലും ഞങ്ങൾ അത് ചെയ്യണം എന്ന് തന്നെ ഇരിക്കണം. എന്തായാലും ഈ വീഡിയോ കൂടി കഴിയുമ്പോൾ ഇതിനും കുറച്ചുകൂടെ വരുമല്ലോ അല്ലോ. എന്ത് പറഞ്ഞാലും ഒരു വൃത്തിയായിട്ട ബേസിലൊക്കെയാണ്. അതിന് ഈ വർഗീയത എന്ന് അറിയില്ല, അത് ഉണ്ടാക്കുന്ന പോലത്തെ ഒരു ആൾക്കാരാണ് അവര്. പിന്നെ നമുക്ക് സന്തോഷമായിട്ടുള്ള ദിവസം ആയതുകൊണ്ട് വെറുതെ അതുകൊണ്ടാണ് ഞാൻ അത് ഇതിലിടണ്ടെന്ന് പറഞ്ഞത്. വേണ്ടാത്ത കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഞാൻ നിർത്തിയപ്പോൾ ബേബി തുടങ്ങിയതുണ്ട്. കാരണം കുറച്ച് പൂവുണ്ടല്ലോ, അപ്പൊ അതിനെയും കൂടെ എന്താണ് കുറഞ്ഞു പോയി ഗൈസ്, അതുകൊണ്ട് ഇത്രയാണ് കിട്ടുള്ളൂ. ബേബി ഫിനിഷ് ആക്കാണ്. ആവശ്യം ഇത്ര മതി പറഞ്ഞു. അപ്പൊ ഞാൻ വെറുതെ ഒന്ന് ഉള്ളത് കൊണ്ടൊന്ന് ഉള്ളത് കൊണ്ട് ഓണം പോലെ പറഞ്ഞ പോലെ ഞാനത് നല്ല പൂവല്ലേ കൊണ്ട് ഇനി ഞെട്ടിയൊന്നും കളയണ്ട പറഞ്ഞിട്ടാണ് ഞാൻ സെറ്റാക്കാണ്ട്. ഇന്ന് വേകുമ്പോ അതാ ഞെട്ടിയൊക്കെ കളഞ്ഞ് സെറ്റാക്കണ്ട. അല്ല ഞെട്ടിയൊക്കെ കളഞ്ഞ വാടുമല്ലോ, അല്ലെ വാടാതിരിക്കല്ലോ. അയ്യേ, തലയിൽ വെക്കണവർക്ക് വെക്കാലോ. ജമന്തിയാണത്. ചമ്മന്തി അങ്ങനെ എന്തോ ആണ്. ഇത്രയേ ഉള്ളൂ കേട്ടോ. പൂവ് സിമ്പിളായിട്ട് പെട്ടെന്ന് ഞങ്ങളൊന്നും ഡിസൈൻ ഒന്നും മനസ്സിലാക്കുന്നില്ല. ഫുള്ള് റൗണ്ട് കൊണ്ടാണ് കളി. അതെ. അപ്പൊ ഇതിനുണ്ട് പടപടാന്ന് കഴിയുന്നു. അതിലില്ലേ നമുക്ക് ഡിസൈൻ ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം പൂവ് അത്രയല്ലേ ഉള്ളൂ. പൂപ്പ് കൂടുതൽ ഇല്ല, നമുക്കിപ്പോ എന്താ ഇപ്പൊ ഒരു ചെറുതായിട്ടൊന്നും ചെയ്യണം, അത്രയല്ലേ ഉള്ളൂ. അതുകൊണ്ട് വലുതായിട്ട് നമ്മൾ വേണമെന്നൊന്നുമില്ല. എന്തായാലും ഇതിപ്പോ എന്താണോ പിന്നെ റെഡിമെയ്ഡ് മേടിച്ചിട്ട് ഇടേണ്ടി വരും. റെഡിമെയ്ഡ് ഒന്നുമില്ല, നമ്മുടെ ഫ്ലോർ മാറ്റ് പോലെ ചവിട്ടി പോലെ അല്ലേ. അതാവുമ്പോ പണിയില്ല. പക്ഷെ ഇത് വലിയ പണിയൊന്നുമില്ല. ചിങ്ങടും ഇല്ലാത്തോണ്ടൊരു ഉഷാറില്ല. ആളെന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വളവളാന്ന് പറഞ്ഞിട്ടിരിക്കും. പൂവൊക്കെ കണ്ടാ പിന്നെ സീനാണ്. ഇപ്പൊ പിന്നെ ആള് വായടിക്കാൻ തുടങ്ങിയില്ല. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും പറഞ്ഞിട്ടിരിക്കുമ്പോ ഞങ്ങൾക്ക് ഇങ്ങനെ ടൈം പോണത് അറിയില്ല. അവളുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ടൈം പോണത് അറിയാത്ത. ഇല്ലെങ്കിൽ ഞങ്ങക്ക് ഒരു അഴച്ചിലാണ്. രാത്രിയൊക്കെ ആണെങ്കിൽ ഉറക്കില്ലാതിരിക്കുമ്പോ ഞങ്ങൾ തന്നെ മുമ്പാണെന്നുണ്ടെങ്കിൽ ഉറക്കില്ലാതിരുന്ന കുറച്ചു നേരം കഴിയുമ്പോ ഒരു മടുപ്പ് വരും. ഇപ്പൊ പറയുമ്പോ ചിങ്കടു ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുമ്പോ ചിങ്കടിനൊപ്പം ഇങ്ങനെ സ്പെൻഡ് ചെയ്യുന്ന ടൈം പോണത് അറിയില്ല. പിന്നെ അതുപോലെ ഇപ്പൊ അമ്മയും അമ്മമ്മയൊന്നും ഇല്ലെങ്കിൽ ഇപ്പൊ ഞങ്ങള് 3 പേരുമായി. 3 പേരുമായി. അതെ. കുട്ടി ഫാമിലി കുട്ടി വേണോ കഴിഞ്ഞു. പിന്നെ ഗൈസ് അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ പൂക്കളം. അതായത് ചെറിയൊരു പൂക്കളുണ്ട്. വായിച്ച് എന്തോ ഇങ്ങനെ കയ്യിൽ അല്ല താടിയിൽ ഇങ്ങനെ കൈ കൊടുത്തിരിക്കുന്നത്. ഒന്നുമില്ല.
തണുപ്പാണ്, ഉറക്കം നേരെ കിട്ടാത്ത നല്ല ബുദ്ധിമുട്ടാണ്. അത് എന്താ പറയാ, വല്ലാത്തൊരു അവസ്ഥയാണ്. അങ്ങനെ അനുഭവിക്കുന്ന എനിക്ക് അറിയാലോ. കേസ് അപ്പം എന്തായാലും ഇനിയിപ്പോൾ പൂക്കളം കഴിഞ്ഞു. അതെ, അല്ല അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മളുടെ കാര്യം നോക്കിയാൽ മതിയല്ലോ. ആരെങ്കിലും എന്തെങ്കിലും പറയേണ്ടവർ പറഞ്ഞിട്ട് പോട്ടെ. കേസ് അപ്പം ഇനിയിപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഉള്ളിൽ പോവാം. ഉള്ളിൽ പോയിട്ട് ഇനിയിപ്പോൾ അത് നേരെ കവറിലെടുത്ത് വയ്ക്കുക, ഫ്രിഡ്ജിൽ കയറ്റി വെക്കുക. ഇനി പണിയെടുക്കാൻ വയ്യ. ഇതിന്റെ ഇടയിലൊക്കെ കുറച്ച് അരള കൊടുത്താലും മതി. വേണ്ട, അത്ര മതി. കുറച്ച് ലുക്കായിട്ടുണ്ടല്ലോ. അതെ, അത് നന്നായിട്ടൊക്കെ ഉണ്ട്. ഞാൻ ലാസ്റ്റ് വെള്ളം കൊടുത്തോണ്ട് കുറച്ചുകൂടി ലുക്കായിരുന്നു. ഗൈസ് അപ്പം എന്തായാലും നമുക്ക് ഇനിയിപ്പോൾ നെക്സ്റ്റ് ഫുഡ് കഴിക്കാൻ പോവാവേ. അമ്മ എന്തൊക്കെയാ വെച്ചിരിക്കുന്ന അറിയില്ല കേട്ടാ. ശരിക്കും പറഞ്ഞ ഇവന് ഓണത്തിന് വിളിക്കുമ്പോ ഞാനാണ് കുക്ക് ചെയ്ത് കൊടുക്കണം. അല്ല, വാവച്ചി മൊത്തത്തിൽ ഇരുന്നൊക്കെ കട്ട് ചെയ്തൊക്കെ ചെയ്ത് അതിലെന്തൊക്കെയാ വെച്ചെന്ന് അറിയില്ല. പക്ഷെ മൊത്തം കട്ട് ചെയ്തൊക്കെ കുറച്ചൊക്കെ വായിച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനുശേഷം നോർമല് പറയാ, അപ്പൊ ഒരാളെങ്കിലും ക്ഷണിക്കുന്ന സമയത്ത് നമ്മളാണല്ലോ വെച്ച് കുക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഇവിടെ വിളിച്ചാൽ ആൾക്കാരുടെ കുക്ക് ചെയ്യാൻ പറഞ്ഞത്. അല്ല, ഞങ്ങൾ കുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ പയറുപ്പേരിയും ബീൻസ് ഉപ്പേരിയും ബീട്രൂട്ട് ഉപ്പേരിയും മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ നമുക്ക് അമ്മ എന്തൊക്കെ വെച്ചിരിക്കണം, കുക്ക് ചെയ്തിട്ടുണ്ട് നോക്കാം. പിന്നെ ഞങ്ങൾ വലുതായിട്ടൊന്നും ചെയ്യേണ്ട, ചെറുതായിട്ട് മതി എന്ന് പറഞ്ഞിട്ട് അത്രയ്ക്കുള്ള സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുത്തിട്ടുള്ളൂ. ഇവിടെ ഒന്നാമത് കഴിക്കാനും വേണം, പിന്നെ അതിന് ബാലൻസ് ആയിട്ട് പിന്നെ വെറുതെ പേസ്റ്റ് ആവും. അപ്പൊ അതിന് കുറച്ച് മാത്രമാണ് കറി. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ അമ്മയ്ക്കൊക്കെ ആക്കിയിട്ട് പോകും. ഇവിടെ എല്ലാം സെറ്റ് ചെയ്തിട്ട് രണ്ടാളിരുന്ന് TV കാണാണ്. ഒരാൾ ഉറക്കത്ത് എണീച്ചുട്ടാ. ചിങ്ങടോ ചിങ്ങട് പപ്പാ സപ്പോർട്ട്. ഓ ഗൈസ്, അപ്പോൾ സദ്യയൊക്കെ സെറ്റാക്കിയിട്ടാ. പയറുപ്പേരി, അവിയൽ, കേറ്റുപ്പേരി, കൂട്ടുകറി, ഇഞ്ചിപ്പുളി, സാമ്പാർ, ചോറ്. അതാ പിടിക്കടാ. പിന്നെ പപ്പടം ഗൈസ്. പിന്നെ പായസം ഉണ്ട്. പായസം ഇത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് എടുക്കാന്ന് വിചാരിച്ചു. അപ്പം എന്തായാലും ഇനിയിപ്പോൾ കഴിച്ചോ? ഞാനും ഇരിക്കാം. ഇതിപ്പോൾ എനിക്ക് വെച്ചിരിക്കണം ഗൈസ്. അല്ല, അമ്മൂമ്മ ഫസ്റ്റ് കഴിച്ചു. അപ്പം ഇനി വെള്ളം ഒഴിച്ചിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് വെറുതെ ചോറ് കഴിക്കണ്ട അല്ലേ. പിന്നെ അമ്മയും കഴിച്ചു. പിന്നെ ഞങ്ങളാണ് കഴിക്കാനുള്ളത്. ടേസ്റ്റ് എങ്ങനെയുണ്ട് നോക്ക്. ടേസ്റ്റ് ചെയ്തായി അപ്പാ. പക്ഷെ ഒന്നും അനങ്ങിയിട്ടില്ലല്ലോ. കഴിച്ചോ? നമുക്ക് ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറ. പയറുപ്പേരി, ഇനി അടുത്ത് അവിയൽ. എന്താ ഒരു പകുതി ആട്ടോ. കഴിച്ചത് പറയാൻ പറ്റില്ലല്ലോ അല്ലേ. ഇനിയിപ്പോ നെക്സ്റ്റ് കൂട്ടുകറി നോക്ക്. കൂട്ടുകറിയാണ് എനിക്കറിയണ്ടേ. മധുരം കുറവുണ്ടാ? കുഴപ്പമില്ലല്ലോ. ഞാൻ ഭാവിച്ചിക്ക് കറക്റ്റാണോന്നോ ചോദിച്ചത്. ശരി, പിടിച്ചോ. കൂട്ടുകറി. പിന്നെ അവിയലിട്ട് ഗൈസ്. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ആയിരിക്കുമല്ലോ. എന്താ മേൻ കുറവ്? ഇല്ലല്ലോ. സാമ്പാർ മാത്രം നോക്കിയില്ല. ദേവിക്ക് എപ്പോഴും ഫുഡ് കഴിച്ച ഒരു ചുമയാണ്. ജന്മനാ കിട്ടിയതാണോ എനിക്കൊരു ഡൗട്ട് ഉണ്ട്. അതേ സംഭവം ചിങ്ങടൂനുണ്ട്. അങ്ങനെ ഓണം സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് പായസമൊക്കെ കൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് കഴിച്ചു. അപ്പോഴാണ് സ്റ്റോറേജ് ഫുള്ളായത്. വേവ് കുറച്ച് ക്ലിയർ ചെയ്തൂലേ. എന്നിട്ടിപ്പോ പിന്നെയും കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുന്നു. പിന്നെ സദ്യയിലൊരു കുറവുണ്ടായിരുന്നത് പഴം മാത്രമാണ്. പഴം മേടിക്കാൻ വിട്ടുപോയി. ബാക്കി എല്ലാം കൊണ്ടും സദ്യയൊക്കെ സെറ്റ് ആയിരുന്നല്ലോ. അപ്പൊ ഗൈസ്, നമ്മുടെ ഓണം സെലിബ്രേഷൻ ഇങ്ങനെ പോയി. നാളെ നമ്മൾ വീണ്ടും അമ്മയുടെ അവിടെ പോകും. ഇനിയിപ്പോ അവിടെ സെലിബ്രേഷൻ ഉണ്ടല്ലോ. അപ്പൊ അമ്മ അവിടേക്ക് വിളിച്ചു. ഇനിയിപ്പോ അങ്ങോട്ട് പോണം. പിന്നെ ഞങ്ങൾക്ക് ഇനിയിപ്പോ അമ്മൂമ്മനെ ആക്കാൻ പോണം. അമ്മൂമ്മനോട് വിടാൻ പോണം. പിന്നെ അമ്മനെയും വിടണം. പിന്നെ ഞങ്ങൾക്ക് പിന്നെ ഞങ്ങൾക്ക് ടൗണിലൊന്ന് പോയിട്ട് അങ്ങനെ വരില്ല. അപ്പൊ ഗൈസ്, എന്താ ചിങ്ങടോ എന്താ ഇവിടെ കളിപ്പിക്കാൻ. അമ്മൂമ്മ ഹാപ്പി ഓണം പറയും. പറഞ്ഞോളേ, ഹാപ്പി ഓണം പറയും.
കാപ്പിയാ ആപ്പിയാ ഗൈസ് അമ്മമ്മയ്ക്ക് പെട്ടെന്ന് വരാത്തോണ്ടാണ്. മുട്ടാണ്, തല കൊണ്ട് മുട്ടാണ്. എന്താ റൊമാൻറ്റിക് കാണിക്കുക? ഓ പോട് പറഞ്ഞിട്ടാ ബബ്ബാ ബബ്ബാ. ഗൈസ് അപ്പൊ എന്തായാലും നമ്മുടെ ഓണം സെലിബ്രേഷൻ വീഡിയോ ഇത്രയുള്ളൂ. അപ്പൊ എല്ലാവരും ഫുള്ളായി കണ്ടിട്ട് എല്ലാരും കമന്റ് ചെയ്യാൻ നിങ്ങളുടെ ഓണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നൊക്കെ പറയല്ലേ. അതെ, ഓണം കഴിയുന്നില്ല, ഇനിയുണ്ടല്ലോ 2 ദിവസമൊക്കെ. 2 ദിവസം 3 ദിവസം ഒന്നുമില്ലേ, 4 ഓണമല്ലേ? ഞങ്ങൾക്ക് മെയിൻ ഷൂട്ട്, ആ ഷൂട്ടിനാണ് കുറച്ചൊരു വൈബ് ഉണ്ടാവും. അതെ, ഷൂട്ടാണ് ഞങ്ങളുടെ മെയിൻ. പിന്നെ കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ ജസ്റ്റ് ഓണം എന്തായാലും വീട്ടിൽ സെലിബ്രേറ്റ് ചെയ്തു എന്ന് മാത്രമല്ലേ ആവേ. അപ്പോൾ ഗൈസ് എന്തായാലും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ബൈ ബൈ പറഞ്ഞോ. ടാറ്റ കൊണ്ടുപോയി ഒരു കടി കൊടുത്തു. സ്ഥിരമാണ് പിടിച്ചൊരു കടി അല്ലേ? ഇപ്പൊ ആദ്യത്തെ പോലെ ഇപ്പൊ പല്ല് വന്നോണ്ട് നല്ല വേദനയുണ്ട്. അതെ.